വിശ്വസ്തനായിരുന്നു. റോയിയെക്കുറിച്ച് അന്ന് പറയുന്ന റോയി കൃഷ്ണൻ നമ്പൂതിരിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴുതിട്ടേ ഒരു ദിവസം ആരംഭിക്കാറുണ്ടായിരുന്നു. അത്ര വിശ്വസ്തനായിരുന്നു, ഇവരുടെയൊക്കെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ആളാണ്. പക്ഷേ 2005 ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടന്നു. ഒരു ഗസ്റ്റ് ഹൗസിൽ റെയ്ഡ് നടന്നു. റെയ്ഡിൽ എന്താണ് നടന്നതിനെക്കുറിച്ച് എനിക്കറിയാൻ, ഞാൻ പറയുന്നില്ല. പക്ഷേ റെയ്ഡ് നടന്നതിന് ശേഷം റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ കൃഷ്ണൻ നമ്പൂതിരിയെ ചില കാര്യങ്ങൾ അറിയിച്ചു. അതേ തുടർന്ന് കൃഷ്ണൻ നമ്പൂതിരിയും റോയിയും തമ്മിലുള്ള ഈ ഗസ്റ്റ് ഹൗസിലെ റെയ്ഡിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ കൃഷ്ണൻ നമ്പൂതിരിയെ അറിയിച്ചതിന് ശേഷം റോയിയും കൃഷ്ണൻ നമ്പൂതിരിയും തമ്മിലുള്ള ബന്ധം വഷളായി. അങ്ങനെ ഇവർ പിരിയാൻ തീരുമാനിക്കുന്നു 2005. 2006 കോൺഫറൻസ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ പലയിടത്തായിട്ട് വാങ്ങിയ പ്രോപ്പർട്ടികളൊക്കെ റോയിയുടെ പേരിലാണ് വാങ്ങിച്ചിരുന്നതെന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് റോയി സംസാരിക്കുന്നുണ്ട്. റോയി സംസാരിച്ചൊരു വീഡിയോ ഞാൻ കണ്ടു. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചു എന്തെല്ലാം വേണം, ഏത് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് വേണം, അത് താങ്കൾക്ക് വേണം, താങ്കൾ എടുത്തോ, അതെടുത്തോ, മറ്റതെടുത്തോ. സ്റ്റാഫ് 350 സ്റ്റാഫുണ്ട്, അതിൽ 300 പേര്, 50 പേരെ എനിക്ക് വേണ്ടാന്ന് കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞപ്പോൾ ആ 50 പേരെ വിട്ടിട്ട് 300 പേരെ ഞാൻ വിട്ടുകൊടുത്തു. പിന്നെ എനിക്കെന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ സർജാപൂരിലും പിന്നെ സിൽക്ക് ബോർഡ് ഫ്ലൈ ഓവറിൻ്റെ അടുത്തുമുള്ള ഭൂമികൾ, അത് രണ്ടും കാട് പിടിച്ച് കിടക്കുന്ന ഭൂമിയാണ്. ആ കാട് പിടിച്ച് കിടക്കുന്ന ഭൂമി ആർക്കും വേണ്ടാത്ത ഭൂമിയാണ്, അതുകൊണ്ട് അത് റോയിക്ക് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഏറ്റെടുത്തു എന്നാണ് റോയിയുടെ ഒരു വെർഷൻ. റോയിയുടെ ഒരു മരിക്കുന്നതിന് മുമ്പ് വന്ന ഒരു പോഡ്കാസ്റ്റിൽ റോയി ഇത് പറയുന്നുണ്ട്.